ഹായ്. സോ നമ്മുടെ വീഡിയോന്റെ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ പാർട്ട് ടൈം ജോബ്സ് ആണ്. അപ്പോൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന മലയാളികൾക്കൊക്കെ അത്യാവശ്യം റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണ് പാർട്ട് ടൈം ജോലി തപ്പി അലയുക എന്ന് പറഞ്ഞിരണം. ഞങ്ങൾ എങ്ങനെ ഇതിലേക്ക് എത്തി എന്ന് വെച്ചാൽ ഇന്നലെ ഇവളൊരു ഇന്റർവ്യൂക്ക് പോയി ലാസ്റ്റ് ഇവക്കൊരു പാർട്ട് ടൈം ജോബ് കിട്ടി. അപ്പൊ അതിനെപ്പറ്റി ചുമ്മാ ഒരു റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടായിരുന്നേ. ലൈക്ക് സാധാരണ വീഡിയോസ് വെച്ച് നോക്കുമ്പോൾ ആ വീഡിയോന് ഭയങ്കര റീച്ചും കിട്ടി. അതേസമയം ആൾക്കാർ ഞങ്ങളോട് ഭയങ്കരമായിട്ട് ഡൗട്ട് ചോദിക്കാനും തുടങ്ങി. അതെ, എനിക്ക് വരുന്ന റിപ്ലൈസ് ഇങ്ങനെയായിരുന്നു: ഗൈസ്, പാർട്ട് ടൈം ജോലി കിട്ടിയാലോ, എനിക്കും കൂടെ റെക്കമെൻഡ് ചെയ്ത് തരുമോ, എന്നെയും കൂടെ റെഫർ ചെയ്ത് തരുമോ, ജോലി കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, ജോലി കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നല്ല, എനിക്ക് ജോലി തപ്പിത്തരുമോന്നൊക്കെ. അപ്പൊ തപ്പിത്തരുന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിൽ കുറെ ചോദ്യങ്ങളൊന്നും റീസണബിൾ അല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നതും അല്ല. ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ, പക്ഷെ അതിനുള്ള പവറോ അതിനുള്ള ഒരു കടയോ എനിക്കില്ല ജോലി കൊടുക്കാൻ. സോ അതുകൊണ്ട് ഞാൻ ആ വീഡിയോയിൽ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ തന്നെ ജോലി തപ്പി അലഞ്ഞും മടുത്ത് എങ്ങനെയൊക്കെയോ കിട്ടിയ ഒരു ജോലിയാണെന്ന്. എനിക്കാണെങ്കിൽ ഒരു റെഫറൻസ് വെച്ച് കിട്ടിയ ജോലിയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞത് കൊണ്ട് പലരും എനിക്ക് ഇന്ന് കിട്ടിയ ജോലിക്ക് എന്നോട് റെഫർ ചെയ്യുമോന്ന് ചോദിച്ചു. അതും എനിക്ക് ടെക്നിക്കലി പോസിബിൾ അല്ല. 2 മാസം റെഫർ ചെയ്യാതെ ഇപ്പൊ ഞാൻ വന്ന് കയറിയിട്ട് എനിക്കൊരു ഫ്രണ്ടിനെ റെഫർ ചെയ്യാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവരപ്പോ തന്നെ ആണോ എന്നാൽ മോളെ ഫ്രണ്ടും കൂടെ പൊക്കോളാൻ പറയും. സോ അത് കാരണം കുറച്ച് സാങ്കേതിക തകരാറ് കാരണം അത് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അപ്പൊ പറ്റുന്ന ഒരു കാര്യം ഞങ്ങൾ ഓർത്തു, ഇങ്ങനെ എല്ലാ ഇതിനും ഇങ്ങനെ നമുക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പ്രാക്ടിക്കൽ അല്ല. പിന്നെ ഏറ്റവും എളുപ്പത്തിന് ഒറ്റയടിക്ക് കാര്യം കൺവേ ചെയ്യാൻ പറ്റുക, ഓക്കെ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വർക്കായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു പാർട്ട് ടൈം ജോബ് തപ്പാൻ എന്നുള്ളതൊക്കെ പറഞ്ഞ് നമ്മുടെ മിസ്റ്റേക്സും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഉണ്ടാക്കാം എന്നൊരു ഐഡിയയിൽ ഞങ്ങൾ ഫൈനലി എത്തി. അതാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്തു എന്ന്, ലൈക്ക് നമ്മുടെ സൈഡിൽ നമുക്ക് ഇതേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നോളജ് പാസിംഗ് ആണ് നമുക്ക് പറ്റുന്ന ഒരു സാധനം. അതെ, നമുക്ക് പറ്റിയ തെറ്റുകളോ നമ്മൾ ചെയ്ത കാര്യങ്ങളോ പറയാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. സോ ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തി. സോ നമ്മുടെ പാർട്ട് ടൈം ജോബ് ജേണിയാണിത്. അപ്പോൾ ഇപ്പൊ ഞാൻ ജനുവരി ഇൻടേക്ക് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഒരു മേജർ ഡ്രോബാക്ക് എന്ന് പറയാനുള്ളത്, സെപ്റ്റംബർ ഇൻടേക്കിൽ വരുന്ന ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കരമായ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. കാരണം സെപ്റ്റംബർ ഒക്ടോബർ സമയങ്ങളിൽ ഡിസംബറിലേക്ക് ക്രിസ്മസിന് ന്യൂ ഇയറിന് വേണ്ടിയിട്ടൊക്കെ ആൾക്കാർക്ക് വേണ്ടതുകൊണ്ട് മാസ് ഹയറിംഗ് ഒക്കെ നടക്കും. അതേസമയം ജനുവരി എന്ന് പറയുമ്പോൾ കുറേ കൂടെ സൈലന്റാ, ലേ ഓഫ് പീരീഡ് ആണ്, ഇപ്പോൾ ഉള്ള ആൾക്കാരെ തന്നെ അവർക്ക് വേണ്ട എന്ന് വെച്ചാൽ ആരും ഹയർ ചെയ്യില്ല എന്നല്ല കേട്ടോ. കമ്പാരിറ്റീവ്ലി ഭയങ്കര ചാൻസുകൾ കുറവാണ്. അറ്റ് ദിസ് പർട്ടിക്കുലർ പോയിന്റ് ഞാൻ ആൾക്കാർ ഏറ്റവും കൂടുതൽ കാണിച്ചേക്കുന്ന മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളൊരു പോയിന്റ്, ആൾക്കാർ ഇങ്ങനെ വരുന്ന സമയത്ത് കയ്യിലുള്ള പൈസയൊക്കെ തീർന്ന് പയ്യെ പ്രോപ്പറായിട്ട് ജോലിക്ക് അപ്ലൈ തുടങ്ങുള്ളൂ. എന്ന് വെച്ചാൽ ആരും അപ്ലൈ ചെയ്യത്തില്ല എന്നല്ല, അത്രയും സിൻസിയർ ആൻഡ് ഇതായിട്ട് പ്രോപ്പർ ജോലിക്ക് അപ്ലൈ തുടങ്ങുന്നത് കുറച്ച് ലാഗ് അടിച്ചിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് ഒന്നാമത് ജോലി ഭയങ്കര കുറവായിരിക്കും. അവിടെ നമ്മൾ ലാഗ് അടിച്ച് ജോലി തപ്പാൻ പോയാൽ ഉള്ള ജോലിയൊക്കെ ആൾക്കാർ കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മൾ ടൈം വേസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇവിടെ നമുക്കില്ല. അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത്. കാരണം വരുമ്പോ തന്നെ ഒരു ജോലി ഒപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടെൻഷൻ തലേന്ന് മാറും. കാരണം ഇല്ലെങ്കിൽ ജോലി കിട്ടാൻ ഭയങ്കര പാടായിരിക്കും, ലേറ്റ് ആവുന്നതും പാടാവുക ചെയ്യാം. കാരണം ഓരോ ആൾക്കാർ വന്നു തുടങ്ങല്ലേ, എല്ലാവരും ഇതേ വിചാരത്തിൽ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ മിക്കവാറും ആൾക്കാർ അപ്ലൈ ചെയ്യുള്ളൂ. അപ്പൊ ആദ്യമേ ചെന്നാലും നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലായിരിക്കും. ഉള്ള ചെറിയ ഓപ്പണിംഗ് ഒക്കെ നമുക്ക് കിട്ടില്ല എങ്കിൽ ബുദ്ധിയും ബോധമുള്ളവർ എടുത്തോണ്ട് കൊണ്ടുപോകും. പിന്നെ നമുക്ക് പല രീതിയിൽ ജോലിക്ക് അപ്ലൈ ചെയ്യാം. ഒന്ന്, നമ്മൾ ഡയറക്റ്റ് CV കൊണ്ടുവന്ന് ഇങ്ങനെ കടകളിലൊക്കെ വിതരണം ചെയ്ത് സാർ ജോലിക്ക് എടുക്കുമോ എന്ന് ചോദിക്കലാണ്. 2, ഇൻഡീഡ്, ലിങ്ക്ഡിൻ പോലെ വെബ്സൈറ്റ്സിൽ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യലാണ്. 3, കമ്പനിയുടെ വെബ്സൈറ്റിൽ ജോലിക്ക് അപ്ലൈ ചെയ്യലാണ്. ലൈക്ക് അതായത് ഇപ്പോൾ എന്താ പറയുക, KFC എന്ന് പറഞ്ഞൊരു കമ്പനി, അവരുടെ ജോബ് ഓപ്പണിങ് അവരുടെ സ്വന്തം സൈറ്റിലിട്ട് നമ്മൾ അതിനകത്ത് കയറി അപ്ലൈ ചെയ്യല്. മെയിൻ കമ്പനീസിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ KFC കരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. ഒരുമാതിരി എല്ലാ കമ്പനികൾക്കും ഉണ്ട്, മെക്ഡി കരിയേഴ്സ്, KFC കരിയേഴ്സ്, മേക്ക് ഹയർ. അപ്പൊ എല്ലാവർക്കും അങ്ങനത്തെ ഒരു അവരുടെ സ്വന്തം സൈറ്റ്. ഈ 3 രീതിയിലാണ് ജനറലി റിക്രൂട്ട്മെന്റ് നടക്കുക. ഇതിൽ എനിക്ക് വർക്കായത് 3ാമത്തെ രീതിയാണ്, കരിയർ സൈറ്റിൽ അപ്ലൈ ചെയ്യാം. ഞാൻ ആദ്യം CV കൊണ്ടേ കൊടുത്തു, ആരും എടുത്തില്ല. ഞാൻ ഇൻഡീഡിലൊക്കെ അപ്ലൈ ചെയ്തു, ആരും എടുത്തില്ല. ലാസ്റ്റ് ഇങ്ങനെ എനിക്ക് തോന്നി, ഞാൻ കൂടുതലും ഇന്ത്യയിൽ കൂടുതലും ആൾക്കാർക്ക് ജോലി കിട്ടുന്നത് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രികളാണ്. ഇപ്പൊ അതായത് ഇപ്പൊ റെസ്റ്റോറന്റ് ഉണ്ട്, ആ റെസ്റ്റോറന്റ് ചെയിൻ അല്ലാത്ത റെസ്റ്റോറൻറ്റ്സിനൊക്കെ അവർ ഇന്ത്യയിൽ വഴി എഴുതാം. പക്ഷെ ലൈക്ക് വലിയ വലിയ ശൃംഖലകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെയിൻ നല്ല വാക്കാണ് അപ്പൊ അവര് സൈറ്റിൽ അവരുടെ സ്വന്തം സൈറ്റിലേക്ക് ഇടും. അപ്പൊ അങ്ങനെ അല്ലാത്ത റെസ്റ്റോറന്റുകൾ അവരുടെ അല്ലാത്ത നീ എന്റെ ഫ്ലോ കളയുന്നേ. അപ്പൊ റെസ്റ്റോറൻറ്റ്സ് വലിയ ചെയിൻസ് ഉള്ളവര് അങ്ങനത്തെ സൈറ്റ്സ് യൂസ് ചെയ്യും, അല്ലാത്തവര് ഇത് യൂസ് ചെയ്യും. ഇപ്പൊ ഹോസ്പിറ്റാലിറ്റി അല്ല പുള്ളിയുടെ താല്പര്യമായത് കൊണ്ട് പുള്ളിക്കാരി ഞാൻ കൂടുതലും റീറ്റെയിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചത്. അപ്പൊ മിക്കവാറുള്ള വലിയ വലിയ കടകൾക്ക് സ്വന്തമായിട്ട് സൈറ്റ് ഉണ്ടല്ലോ. അപ്പൊ എനിക്കൊരു പോയിന്റിൽ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇതേ കടകൾ സൈറ്റിൽ ഓപ്പണിംഗ് ഇടും, ഇന്ത്യയിലും ഓപ്പണിംഗ് ഇടും.
പക്ഷേ ലൈക്ക് അവരുടെ സൈറ്റിൽ നിന്ന് ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആളെ കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഇന്ത്യയിലേക്ക് പോകുള്ളൂ എന്ന് തോന്നുന്നു. അതാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന കടക്കാർ ഇന്ത്യയിൽ വിട്ടിട്ടുണ്ട്, അപ്പുറത്ത് വിട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിൽ വഴി വന്ന ആരും എനിക്കറിയില്ല. ഇന്ത്യയിൽ നിന്ന് ഒരു കുത്തി സൈറ്റിലോട്ട് കൊണ്ടുപോകില്ലേ? ചില കമ്പനിക്കാരൊന്നും കൊണ്ടുപോയില്ല കേട്ടോ. എന്റെ കട കൊണ്ടുപോയത് എനിക്ക് ഓർമ്മയില്ല. എന്നാലും ലൈക്ക് ഇന്ത്യയിൽ ഈസി അപ്ലൈ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പൊ അതുവഴിയൊക്കെ അപ്ലൈ ചെയ്താൽ ചില സ്ഥലത്ത് കിട്ടും, ചില സ്ഥലത്ത് കിട്ടില്ല. പക്ഷെ എനിക്ക് വർക്കായില്ല, പേഴ്സണലി വർക്കായേ ഇല്ല. അപ്പോൾ ഒരു പോയിന്റിൽ ഞാനിങ്ങനെ കമ്പനി തപ്പി കമ്പനി വെബ്സൈറ്റുകളിൽ ജോലി തപ്പാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് വന്നല്ലോ, നമുക്ക് ഇവിടുത്തെ കമ്പനികളൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ബുദ്ധിയാണ് ഗൈസ്, ഒരു മോൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ മോളിൽ ഇപ്പോൾ ഗലേറിയ എന്ന് പറഞ്ഞ മോളാണ് തൊട്ടപ്പുറത്തെ മോൾ. ഗലേറിയ മോളിന്റെ വെബ്സൈറ്റ് എടുത്ത് വെച്ചിട്ട് അവർക്കുള്ള കടകളുടെ ഒരു ലിസ്റ്റ് വരുമല്ലോ. ആ എല്ലാ കടയുടെയും പേര് വെച്ച് അവരുടെ കരിയേഴ്സ്, അവരുടെ ഷോപ്സിന്റെ ഇന്ന ഷോപ്സ് ആണ് അവിടെ ഉള്ളതെന്ന് ഉണ്ടാവും. അപ്പോൾ ആ ഷോപ്സ് വെച്ച് സെർച്ച് ചെയ്യലാണ് പണി. അപ്പൊ ഇപ്പൊ എന്താ ഗലേറിയയിൽ ഏറ്റവും ഇഷ്ടമുള്ള എല്ലാ കടകളുടെയും പേര് വെച്ച് ഞാൻ അവരുടെ കരിയേഴ്സ് എന്ന് സെർച്ച് ചെയ്ത് ഞാൻ എല്ലാത്തിലും പോയി സൈറ്റിൽ അപ്ലൈ ചെയ്തു. ഞാൻ ഈ നാട്ടിലുള്ള എല്ലാ മോഡലിലും വെച്ച് ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കി. ലൈക്ക് എല്ലാവരും ജോലി ചെയ്യാണ്ടിരിക്കണല്ലോ, ഏതൊക്കെയാണ് ഇങ്ങനത്തെ സൈറ്റ്സ് ഉള്ള കമ്പനീസ് എന്ന് ഞാൻ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. ആ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആർക്കെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ലിസ്റ്റ് ഞാൻ ഇട്ടേക്കാം. എന്റെ വാട്സാപ്പിൽ കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഇപ്പോൾ ഈ പുള്ളി വന്നത് ഒരു ജനുവരിയിലാണെങ്കിൽ ആ സെപ്റ്റംബറിലാണ് ഞാൻ വന്നത്. ഞാൻ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ജോലി കിട്ടാനുള്ള പ്രയാസം അറിയാവുന്നത് കൊണ്ട് വന്ന് കയറി എന്നെ വന്ന ദിവസം തൊട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞ് പ്ലീസ് എന്നെ അനുവദിക്കും. ഞാനല്ലേ പറയുന്നത്. കുട്ടിയെ സംസാരിക്കുമ്പോൾ ഞാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കുമ്പോൾ എന്നെ അനുവദിക്കാണ്ടിരിക്കാമോ? അപ്പൊ ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ ഈ പുള്ളിയുടെ കുത്തൽ കാരണം അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവരെന്നോട് പറഞ്ഞു 18 വയസ്സായിട്ടുണ്ടോ എന്ന് എല്ലാവരും ചോദിച്ചു തുടങ്ങി. 2 ആഴ്ച കഴിഞ്ഞ് 18 വയസ്സാവില്ല. പക്ഷെ ഞാൻ അപ്പോൾ യങ് ആയതുകൊണ്ട് എനിക്ക് പലരും ജോലിക്ക് തരില്ല എന്നുള്ള ഒരു പ്രോസ്പെക്ട് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൺസേൺസ് ഉള്ളതുകൊണ്ട് കുറെ കടകളൊന്നും 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാർ എടുക്കില്ല. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന കട 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാർ എടുക്കില്ല. പക്ഷെ അവരുടെ തന്നെ വേറെ സ്ഥലത്തുള്ള കടകൾ അവര് എടുക്കും. അപ്പോഴേക്കും അതോടെ സ്ഥലത്തെയും ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സാധനങ്ങൾ പോലെ എടുക്കില്ല എന്നൊന്നും ആയിരിക്കില്ല. കാരണം പല കടകളിലും ആൾക്കാരുണ്ട്, പക്ഷെ അവർക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. കുറച്ച് 18 വയസ്സിൽ എന്റെ അവിടെ എടുക്കില്ല. ഞാൻ ചോദിച്ചു നീ വരുമ്പോ എടുക്കുമെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇല്ല. എന്തായാലും ഞാൻ വന്ന ടൈമിൽ ഇവിടെ ഹയറിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് 18 ആ ടൈമിൽ ഉണ്ടായില്ല. ഇവർക്ക് 18 കഴിഞ്ഞു, 2 ആഴ്ച ഉണ്ടായുള്ളൂ. അപ്പൊ അതിന്റെ ആൾക്കാരൊക്കെ നമ്മളോടൊക്കെ പോകാൻ പറഞ്ഞു. 22 പേരെടുത്തു. അതാ ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് മാസ് ഹയറിംഗ് ആയിരുന്നു, ജനുവരി ആവാനായതുകൊണ്ട്. സോ അപ്പൊ എനിക്ക് അതൊന്നും കിട്ടിയില്ല. ഇവരുടെ ഒന്നും റെഫറൻസ്, ഈ വീട്ടിൽ നിൽക്കുന്നവരുടെ ഒന്നും റെഫറൻസ് ഒന്നും വെച്ചിട്ട് എനിക്ക് യൂസ് ചെയ്ത് എനിക്കത് പറ്റിയില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓരോ സ്ഥലത്ത് ചെന്ന് അപ്ലൈ ചെയ്യേണ്ടി വന്നു. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇൻഡീഡ് ചെയ്തു. പുള്ളിക്കാരി വന്ന ലിസ്റ്റ് വെച്ച് അപ്ലൈ ചെയ്തു. ഒരാള് എന്നെ തിരിഞ്ഞു നോക്കിയില്ല. അപ്പൊ ഞാൻ ഓരോ സ്ഥലത്ത് ഞാൻ അപ്ലൈ ചെയ്യാം. ഹാറ്റ്ഫീൽഡ് മൊത്തം ഞാൻ നടന്നു, ആർക്കും മൈൻഡില്ല. പിന്നെ ഹാറ്റ്ഫീൽഡിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ യൂണിവേഴ്സിറ്റി ഉള്ളതുകൊണ്ട് വരുന്നവരെല്ലാവരും ആദ്യം ഇവിടെ അപ്ലൈ ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ സെന്റ് ആൽബൻസ് സ്ഥലത്തോട്ട് പോയി. അവിടെ ചെന്നു അപ്ലൈ ചെയ്തു. അവിടെ തന്നെ ആദ്യം ചെന്ന സ്ഥലത്ത് തന്നെ എനിക്ക് അവർ ജോലി തന്നു. ആ ജോലി ഇങ്ങനെ സുഗമരായി പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് 3 മാസം കഴിഞ്ഞ് ടെമ്പററി കോൺട്രാക്ട് ആയിരുന്നു, അത് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ഈ ജോബ് സെർച്ചിലോട്ട് എത്തി. അപ്പൊ പിന്നെ ജനുവരി ആയല്ലോ. അതെ, ജനുവരി ആയപ്പോ എന്റെ ജോലി പോയി. അപ്പൊ വീണ്ടും ഞാൻ ഈ പുള്ളിയുടെ അതേ അവസ്ഥയിലെത്തി. എന്ത് ജോലിയില്ല കാലത്തെത്തി. ഈ ജോലിയില്ല കാലത്ത് ജോലി തപ്പി ഒരു രക്ഷയില്ല. അവസാനം എങ്ങനെയൊക്കെയോ 2 ഇന്റർവ്യൂ 3 ഇന്റർവ്യൂ ഒക്കെ കിട്ടി. അല്ല, പോകുന്നതിന് മുമ്പ് ഞാനിങ്ങനെ നോക്കും കേട്ടോ, സ്ഥലത്തിനെ പറ്റി നോക്കും, സ്ഥലത്തിന്റെ ചുറ്റുപാട് നോക്കും. പ്രിപ്പയർ ഒന്നും ചെയ്യില്ല, സ്ഥലത്തിന്റെ ചുറ്റുപാടൊക്കെ ഇങ്ങനെ നോക്കും. നല്ല ഭംഗി, ഈ സ്ഥലം തന്നെ, ഇവിടെ ജോലി കിട്ടിയ സെറ്റ് എന്നൊക്കെ പറയും. അവിടെ ചെന്ന ഇന്റർവ്യൂ ഒക്കെ അവര് പറയുമ്പോ ബബ്ബ കാണിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ജോലി കിട്ടില്ല. അങ്ങനെയാണ് ഒരു ദിവസം രാത്രി ഞാൻ വാഗമാമയിൽ, നമ്മുടെ റീൽസിലെ സ്ഥലത്തിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇതേപോലെ കരിയർ സൈറ്റിലാണ് അപ്ലൈ ചെയ്തത്. വാഗമാമ കരിയർ സൈറ്റ് ഉണ്ട്. അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുമ്പോൾ ഒരു റെഫറൻസ് ആരെങ്കിലും വെച്ചിട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ എനിക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളെ അറിയാം. ഞാൻ ആളോട് ചോദിച്ചു, ഞാൻ വെച്ചോളാൻ പറഞ്ഞു. ഞാൻ വെച്ചു. ഞാൻ ഒരു ദിവസം രാത്രിയാണ് വെച്ചെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം രാവിലെ എന്നെ അവിടുത്തെ മാനേജർ വിളിച്ചു. അസിസ്റ്റന്റ് മാനേജർ വിളിച്ചിട്ട് ചോദിച്ചു, അവൈലബിലിറ്റി ചോദിച്ചു, പാർട്ട് ടൈം ആണോ ഫുൾ ടൈം ആണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനത്തെ എൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ട്രാവലിംഗ് പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ബേസിക്കലി ഇവിടെ അടുത്തുള്ള സ്ഥലമല്ല, ഇത്തിരി ദൂരമാണ്. പക്ഷെ എന്നാലും ഞാനൊക്കെ വന്നപ്പോ ഹാറ്റ്ഫീൽഡ് തന്നെ പറഞ്ഞ് നിന്നായിരുന്നു. പിന്നെ പറയാനുള്ളത് ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ എന്ത് റെഡിയാവും. ഞാൻ അച്ഛൻ വരെയൊക്കെ പോയിട്ടുണ്ട് ലാസ്റ്റ് ഇന്റർവ്യൂ. കാരണം നമുക്ക് അടുത്ത് തന്നെ ജോലി വേണം. ഇപ്പൊ ദൂരെ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ നമ്മൾ ബസ് കാശ് കൊടുത്തു പോകണം. പക്ഷെ ഒന്നും കിട്ടാത്തതിലും ഭേദമല്ലേ ഇത്തിരി ദൂരെ ബസ് കാശ് കൊടുത്തു പോയി എന്തെങ്കിലും കിട്ടുന്നത് എന്നുള്ള ഇതിൽ ഞാൻ ദൂരെ അപ്ലൈ ചെയ്ത്. എന്നിട്ട് അവസാനം കുറച്ച് ദൂരമുള്ള സ്ഥലത്താണ് കിട്ടിയതെങ്കിലും ഞാൻ ഹാപ്പിയാണ്, എനിക്ക് ജോലിയുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ അത് അവിടെ ഇന്റർവ്യൂക്ക് വിളിച്ചു. ഇന്റർവ്യൂക്ക് വിളിച്ചപ്പോൾ ഞാൻ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തു. കുറച്ച് അവരുടെ
ഇന്നൊരു സ്ഥലത്ത് എന്തായിരിക്കും ഇന്റർവ്യൂക്ക് ചോദിക്കാന്നൊക്കെ നേരത്തെ അവിടെ ഇന്റർവ്യൂ എടുത്ത ആൾക്കാർ, ലൈക്ക് ഇന്റർവ്യൂ കൊടുത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ പോയി വായിച്ച് നോക്കി കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. പോയി കഴിഞ്ഞിട്ടായാലും അവിടുത്തെ കുറച്ച് 2 ടൈപ്സ് ഇന്റർവ്യൂസ് ഉണ്ടാവും. കുറച്ച് ഫെയർ ആയിട്ട്, അതായത് കുറച്ച് കമ്പനി അടിച്ച് സംസാരിക്കുന്ന ഇന്റർവ്യൂവേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ഫോമൽ ആയിട്ടിരിക്കുന്നവരുണ്ടാവും. ഏതായാലും നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് പോയിട്ടേ കാര്യമുള്ളൂ. കാരണം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ കുറച്ച് കമ്പനി അടിച്ച് സംസാരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഞങ്ങൾ കുറച്ച് കമ്പനി അടിച്ച് ചില്ല് ചെയ്തു. അതുകഴിഞ്ഞിട്ട് പുള്ളി എൻ്റെ അടുത്ത് അപ്പുറത്ത് കുറച്ച് ട്രയൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞ് നിർത്തി. ട്രയൽ ഷിഫ്റ്റ് അവർ നിർത്തിയത് കുറച്ച് ബിസി ടൈമായിരുന്നു. ഇവർ അവിടുത്തെ ഡ്രിങ്ക് ഏരിയയിൽ കൊണ്ടുപോയി നിർത്തി ഡ്രിങ്ക്സ് ഉണ്ടാക്കാനായിരുന്നു. അപ്പോൾ എനിക്ക് അതിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. ഇംപ്രസ് ചെയ്തു. ഞാൻ ഫുൾ പണിയെടുക്കണം അവിടെ. ഫുൾ പണിയെടുത്തപ്പോഴത്തേക്ക് അവരെന്റെ അടുത്ത് ചോദിച്ചു ബുദ്ധിമുട്ടുണ്ടോ? ഇതൊക്കെ എന്ത് കാണിച്ചു. കുറച്ച് വെറുതെ അവിടെ കിടന്ന് വെറുതെ ഷോ കാണിച്ചു. ഞാൻ അവിടുന്ന് എല്ലാം സിമ്പിൾ എന്ന് പറഞ്ഞ് അപ്പൊ ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ തന്നെ പറയാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി ബസ് കയറിയപ്പോൾ തന്നെ പുള്ളി വിളിച്ചു, എല്ലാം സെറ്റാണ്. അതായിരുന്നു കോള് വന്നു, ജോലി സെറ്റായി, ഇനി നിങ്ങൾ വന്നോ, നമുക്കെല്ലാം ഡോക്യുമെന്റ്സ് ഒക്കെ സെറ്റാക്കി അങ്ങനെ എന്തായാലും ജോലി കിട്ടി. ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ റീൽ ഇട്ടത്. കാരണം ഞാൻ ഇങ്ങനത്തെ റീൽ ഇടാമെന്ന് വിചാരിച്ചു. ലൈക്ക് ജോലി കിട്ടി എന്നുള്ള റീലല്ല, വാട്ട്ഫോർഡിൽ പോയി എന്നുള്ള റീൽ ഇടാന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ പുള്ളിയുടെ വിളിയും വന്നത്, പുള്ളിയുടെ മെസ്സേജും വന്നതെല്ലാം. ജോലി കിട്ടി. അതെ, അപ്പൊ തന്നെ ജോലി കിട്ടി റീൽ അതിട്ടു. പിന്നെയാണെ പുള്ളി 2 ഡോക്യുമെന്റ് അയക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ. പുള്ളി അയച്ചില്ല. അപ്പൊ ഞാൻ ടെൻഷൻ. പിന്നെ ഞാൻ വിചാരിച്ചു ആരോടും പറയടാ ജോലി കിട്ടിയില്ലെങ്കിൽ, എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ ജോലിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ജോലി കിട്ടി. അപ്പോൾ അതങ്ങനെ ജോലി. പിന്നെ കുറച്ച് മെയിൻ പരിപാടികൾ എന്ന് പറഞ്ഞാൽ CV. പലരും കാണിക്കുന്ന മണ്ടത്തരമുണ്ട്. ഈ കാണാൻ ഭംഗിയുള്ള ലൈക് ടെംപ്ലേറ്റ്സ് കിട്ടും, നിറയെ ടെംപ്ലേറ്റ്സ് കിട്ടും. ഇത് കാണാൻ നല്ല ലുക്കുള്ള CV ഒക്കെ ഉണ്ടാക്കി വെക്കും. പക്ഷെ ഒരു പ്രശ്നം വെച്ചാൽ മിക്കവാറും കമ്പനികൾ ATS റണ്ണിൽ കൂടെയാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഓൺലൈനിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോ ഇങ്ങനെ നമ്മൾ കണ്ട സൈറ്റിലൊക്കെ കൊണ്ടിട്ട് ആപ്പിലൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന CV-നെ ATS ഡിറ്റക്ട് ചെയ്യില്ല. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ ചിലപ്പോൾ അവർ റീഡ് ചെയ്തില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, നമ്മുടെ CV അതോടെ കളയും. അപ്പോ ഇപ്പൊ കമ്പനി സൈറ്റ്സിലോ അങ്ങനെ ഓൺലൈനിൽ അപ്ലൈ ചെയ്യുമ്പോൾ മാക്സിമം ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കും. പക്ഷെ നമുക്ക് നേരിട്ടുണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഭംഗിയുള്ള CV അപ്പൊ അവർ കാണുന്നില്ലേ ഉള്ളൂ. അപ്പൊ ഒരുമിച്ച് എങ്ങനെയാണ് ഹായ്ന്ന് അവർക്ക് നേരിട്ടാവുകയാണെങ്കിൽ കുറച്ച് ഡിസൈൻ ഒക്കെ ആയിക്കോട്ടെ. എനിക്ക് 2 എണ്ണം ഉണ്ട്, 2 CV ഉണ്ട്. നേരിട്ട് കാണിച്ച് ഇംപ്രസ് ചെയ്യാൻ പറഞ്ഞാൽ ATS ട്രാക്ക് ചെയ്യുമ്പോൾ ഇംപ്രസ് ചെയ്യാൻ പറഞ്ഞാൽ കാര്യം തന്നില്ലെന്നേ ഉള്ളൂ. എനിവേസ്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ജോലിക്ക് നമ്മൾ ഒറ്റ CV വെച്ച് പറഞ്ഞ സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം പല ജോബും പലതാണല്ലോ. അപ്പൊ നമ്മൾ ഓരോ ജോബ് അനുസരിച്ച് നമ്മുടെ CV നമ്മൾ എഡിറ്റ് ചെയ്യണം. അപ്പൊ പേഴ്സണലൈസ് ചെയ്യാം. അതെ, ഓരോ ജോലിക്കും ഓരോ CV ഉണ്ട്. അതെ, ഇങ്ങനെ CV മാറ്റി മാറ്റി കളിക്കുക. അതായത് ഇപ്പോൾ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനിൽ അവർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ പറഞ്ഞിട്ടുള്ള കീവേഡ്സ് നമ്മുടെ CV-യിൽ എവിടെയെങ്കിലും ഒക്കെ കുത്തിക്കയറ്റാൻ നോക്കുക. അപ്പൊ ATS റണ്ണിൽ ചെയ്യുമ്പോൾ ഈ വാക്കൊക്കെ അവർ ഡിറ്റക്ട് ചെയ്യും. അവർ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടാവും. അത് അവരുടെ ലൈക്ക് ജോബിൽ തന്നെ പറയുന്നുണ്ടാവും, ഇന്ന ആൾക്കാരാണ്, ലൈക്ക് ടൈപ്പ് ആൾക്കാരെ വേണ്ടത്. അപ്പൊ നമ്മൾ നമ്മുടെ CV എഡിറ്റ് ചെയ്യുക, നമ്മൾ ഇന്ന ടൈപ്പ് ആളാണ് എന്ന് പറഞ്ഞിടുക. അപ്പൊ ഓവറായിട്ട് കളക്ടർ തള്ളരുത്. അത് അവർക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും അപ്പൊ നീ ഇതല്ല. അപ്പൊ അവര് ഇത് ATS റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒബ്വിയസ്ലി ഇന്റർവ്യൂ കോളിന് വിളിക്കും. ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ CV-യിൽ എന്തെല്ലാം നമുക്ക് ആദ്യം അറിയണം. അതെ, നമ്മൾ CV-യിൽ പറയാം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതാണെന്ന്. അവിടെ അപ്പുറം ചെന്നിട്ട് പറയാം അയ്യോ നമുക്ക് കുറച്ച് പണിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അന്നെ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. ലൈക്ക് പരസ്പര ബന്ധം ഉണ്ടാവണം. അതെ, പിന്നെ മാത്രമല്ല നമ്മൾ കുറച്ച് ബേസിക് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എല്ലാരും ചോദിക്കുന്നത്. പാർട്ട് ടൈമിന് ജനറലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചാൽ വൈ ഡു യു വാണ്ട് ടു വർക്ക് വിത്ത് us? അതെ, പിന്നെ വേർ ഡു യു സീ യുവർ സെൽഫ് ഇൻ 5 years? അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതും കുറച്ച് ഭയങ്കര കോമൺ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതൊക്കെ കുറച്ച് പ്രിപ്പയർ ചെയ്ത് പോവാം. പക്ഷെ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാല് ഇപ്പൊ ChatGPT-ലൊക്കെ നിറയെ ആൻസർ അവർ തരും. അത് കാരണം അവരിയ്ക്കുന്ന ആൾക്ക് ഇതിനെപ്പറ്റി അത്യാവശ്യം വിവരവും ബോധവും അവർക്ക് എക്സ്പീരിയൻസും ഉണ്ടാവും ഇന്റർവ്യൂ എടുത്തിട്ട്. അപ്പൊ നമ്മൾ പറയുന്നത് ചുമ്മാ തള്ളാണോ കള്ളാണോ എന്ന് അവർക്ക് മനസ്സിലാവാനുള്ള സാമാന്യ ബോധം പ്രിപ്പയർ ചെയ്ത് കാണാണ്ട് പഠിച്ചാൽ അവർക്ക് മനസ്സിലാവും. സാമാന്യ ബോധം അവർക്കുണ്ടെന്ന സാമാന്യ ബോധം നമുക്ക് വേണം. നമ്മൾ പ്രിപ്പയർ ചെയ്യുക, ഇന്ന സാധനങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നതെന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമുക്കറിയാം എന്നുള്ള രീതിയിൽ ലൈക്ക് നമ്മുടേതായ രീതിയിൽ പറയാം. അല്ലാണ്ട് നേരെ കാണാപ്പാടാൻ പഠിക്കാണ്ട്. പിന്നെ ചില ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ലൈക്ക് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിന് ലിങ്ക് ചെയ്ത് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ
ഡിസ്ക്രൈബ് എ സിറ്റുവേഷൻ വെയർ യു മേഡ് എ മിസ്റ്റേക്ക് ആൻഡ് യു റെക്ടിഫൈഡ് ഇറ്റ് പ്രോപ്പർലി. അപ്പം നമ്മൾ പറയണം നമ്മുടെ സിവിയിലുള്ള ഏതെങ്കിലും ജോലി സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും ഇതുണ്ടായി, അത് നമ്മൾ എങ്ങനെ അടിപൊളിയായിട്ട് റെക്ടിഫൈ ചെയ്തു. ലൈക്ക് അപ്പോൾ നമ്മളൊരു കഥ പോലെ അപ്പോൾ നമ്മൾ പറയുന്നതിലൂടെ അവർ നമ്മുടെ സ്കിൽസും നമ്മുടെ ലൈക്ക് നമുക്ക് എത്ര കാര്യം കൺവേ ചെയ്യാവുന്ന ഒരു സാധനം. ഇത് നമ്മുടെ സ്കിൽസ്, അതായത് നമ്മൾ പണ്ട് ചെയ്ത ജോലിയിൽ നിന്ന് സ്കിൽസ് നമുക്ക് ഈ ജോലിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫറബിൾ സ്കിൽസ് എത്രത്തോളം നമ്മൾ അറ്റൈൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഫാക്റ്റും അവർക്ക് ഇങ്ങനത്തെ ടൈപ്പ് സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിലൂടെ അവർക്ക് മനസ്സിലാവും. അപ്പം നമ്മുടെ സി വിയിൽ എഴുതിയേക്കുന്ന സാധനങ്ങളെ പറ്റി നമുക്ക് ഓക്കെ ഇതിൽ എന്തൊക്കെ ചോദിക്കാം, ഈ ജോലിയിൽ എനിക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവാം എന്ന് പറയുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കുറച്ച് നല്ല എന്തായാലും പ്രിപ്പയർഡ് ആയിട്ട് ഇന്റർവ്യൂക്ക് പോവാ. ഞാൻ കണ്ട മണത്തിലായിരുന്നു. അപ്പോൾ നമ്മൾ താഴെ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കുക, എന്നിട്ട് അത് നിങ്ങൾക്ക് പറ്റിയ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് അതിന് ആൻസേഴ്സ് മനസ്സിൽ വെക്കുക. അവിടെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റിയ എനിക്ക് പറയാനുള്ള ഒരു സാധനം സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൽ വീക്ക്നെസ് ചോദിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പണിയെടുക്കും, ഐ ഡോണ്ട് സീ എനിത്തിങ്, ഐ എം സോ ഹാർഡ് വർക്കിംഗ് എന്നൊക്കെ പറഞ്ഞത് ഓവറായിട്ട് തള്ളരുത്. അതെ, എന്തെങ്കിലും ഒരു വീക്ക്നെസ് അവർക്ക് അവരുടെ ജോലി, അവരുടെ നമ്മൾ ചെയ്യാൻ പോണ ജോലിനെ ബാധിക്കാത്ത പക്ഷെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു വീക്ക്നെസ് പറയാം. അതെ, വാലിഡ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ നമ്മൾ ഭയങ്കര മണ്ടത്തരം പറഞ്ഞു ഓക്കെ ഇത്ര പൊട്ടത്തരം കാണിക്കുന്ന ആളെ നമ്മുടെ അടുത്ത് എങ്ങനെ ശരിയാവും എന്ന് അവർക്ക് തോന്നരുത്. പിന്നെ വേറൊരു സാധനം എനിക്ക് മനസ്സിലാച്ചു, വീക്ക്നെസ് പറയുമ്പോൾ ഓക്കെ ഇതാണ് എന്റെ വീക്ക്നെസ് എന്ന് മാത്രം പറഞ്ഞാൽ പോലും ഓക്കെ ഇത് ഞാൻ മനസ്സിലാക്കി, ഇത് ഞാൻ ശരിയാക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ പറയാൻ ശ്രമിക്കാറ്, ഞാനിപ്പോൾ ഒരു പണിയിലേക്ക് ഇറങ്ങി ഞാൻ ഭയങ്കരമായിട്ട് ടൈം ശ്രദ്ധിക്കാണ്ട് അതിലേക്ക് പെർഫെക്ഷനിൽ പോകാൻ നോക്കും, സമയം പോകും. ഇതാണ് ഞാനിപ്പോൾ എപ്പോഴും പറയാറുള്ളൊരു വീക്ക്നെസ്. അപ്പം ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരെ പറയാം ഓക്കെ ഇത് വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ റെക്ടിഫൈ ചെയ്യാനുള്ള ഇന്ന കാര്യങ്ങൾ ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ ടൈം ട്രാക്ക് ചെയ്ത് നോക്കിയിട്ട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാറുള്ളൂ. അപ്പോൾ അവർക്ക് തോന്നണം ഓക്കെ ഇയാളുടെ തെറ്റുകൾ മനസ്സിലാക്കി അത് ശരിയാക്കാനും കൂടെ നോക്കുന്ന ഒരാളാണ് എന്നുള്ള തോന്നലും അവർക്ക് വരണം. നിങ്ങളൊരു ഇന്റർവ്യൂവിൽ ഒരു ആൻസർ പറയുമ്പോൾ അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഇന്റർവ്യൂയുടെ മനസ്സിൽ നിന്ന് ആലോചിക്കുക, ഇങ്ങനൊരാൾ വന്ന് നിങ്ങളുടെ അടുത്താണ് പറയുന്നത്, നിങ്ങളുടെ കമ്പനിയിൽ ജോലി കൊടുക്കും, അതോ നിങ്ങൾ ഇവനെന്ത് കാണിക്കണം ഇതൊക്കെ എല്ലാവരും അങ്ങനെ വിചാരിക്കുമെന്ന് ആലോചിക്കുക. മാക്സിമം കാഷ്വൽ ആയിട്ട് കാമായിട്ട് നിൽക്കാൻ നോക്കുക. ഭയങ്കര ഓവറായിട്ട് ഇപ്പൊ അവിടെ ചെന്നിട്ട് ആൻസർ ഇങ്ങനെ എന്ന് പറയാണ്ട് കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. സോ അതാണ് ഇന്റർവ്യൂവിനെ പറ്റി ഞങ്ങൾക്ക് അത്രയ്ക്ക് പറയാനുള്ളൂ. സോ ബേസിക്കലി ഇതിന്റെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ ATS റിവ്യൂ ചെയ്യാൻ പറ്റിയ CV ഉണ്ടാക്കുക, സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക, നേരെ വരുമ്പോ തന്നെ അത്യാവശ്യം സ്ഥലങ്ങൾ അപ്ലൈ ചെയ്യുക, ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തിട്ട് പോകുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ റെഫറൻസ് പിന്നെ മാക്സിമം നെറ്റ്വർക്ക് ചെയ്യുക. മോസ്റ്റ് ഇമ്പോർട്ടന്റ് നെറ്റ്വർക്ക് നല്ല ഞാൻ പറഞ്ഞു, നെറ്റ്വർക്ക് ചെയ്യുക മാക്സിമം. അപ്പോഴേക്ക് നമുക്ക് പല പല കടകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് റെഫറൻസ് വെക്കാൻ പറ്റും. റെഫറൻസ് വെക്കാൻ പറ്റിയാൽ അത് ഭയങ്കര വലിയ അഡ്വാൻറ്റേജ് ആണ് ഒരു ജോലി കിട്ടുകയെന്ന് വെച്ചാൽ. അപ്പോൾ ലൈക്ക് നോർമലി അപ്ലൈ എന്ന് വെച്ച് നോക്കുമ്പോൾ ഇതാണ് നിങ്ങളുടെ സാധ്യതയെങ്കിൽ ഇതാവും നിങ്ങളുടെ സാധ്യത. ഓവർ വർക്ക് ചെയ്യുന്ന ഒരാളെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്നുണ്ടെങ്കിൽ അപ്പോൾ മുമ്പ് വന്നിട്ടുള്ള മലയാളികളാണെങ്കിലും അല്ലെങ്കിൽ മലയാളികൾ നല്ല മൊത്തത്തിൽ എല്ലാവരും കമ്പനി ആവാൻ നോക്കുക, സീനിയേഴ്സ് ആയിട്ട് ടച്ച് ചെയ്യാൻ നോക്കുക. മാക്സിമം ആൾക്കാരെ കൊണ്ട് നമുക്ക് ഉപയോഗം ഉണ്ടാക്കിക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് നല്ല ആൾക്കാർ നമ്മൾ അങ്ങോട്ടും എങ്ങനെ നിൽക്കുന്നോ അതുപോലെ ആൾക്കാർ ഇങ്ങോട്ടും നിൽക്കുള്ളൂ. ലൈക്ക് നമുക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് അവിടെ നിന്നും പറ്റുന്ന സഹായങ്ങൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയാൽ മൊത്തത്തിൽ നമുക്ക് നന്നാവും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ എല്ലാവർക്കും നല്ല നല്ല ജോലികൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.